ലോറിയിൽ അർജുൻ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് കർണാടക സർക്കാർ എത്തി നിൽക്കുന്നത്. മാത്രമല്ല ദുരന്ത സമയത്ത് അർജുൻ ഈ ചായക്കടയിലായിരിക്കാം എന്നുള്ള മനവും MLA നടത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അപകട സമയത്ത് ചായക്കടയിൽ 6 പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ മുകളിലേക്ക് ചായക്കട വീണിരിക്കാം എന്നുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, അത്രയും ഭീമമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായത്. ഒരു മല പൂർണ്ണമായും ഒന്നാകെ തന്നെയും കുത്തിയൊലിച്ച് അത് റോഡിലേക്കും ഒപ്പം തന്നെ പുഴയിലേക്കും പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവിടെ ആ ഭാഗത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ, അപകടം നടന്ന സ്പോട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ചായക്കടയിലെ പാത്രങ്ങൾ, സാധന സാമഗ്രികൾ, ഭക്ഷണം പാചകം ചെയ്യാനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അർജുൻ ആ ഭാഗത്ത് ആ സമയത്ത് ഏതായാലും ചായക്കടയിൽ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയെ പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്നില്ല. അത് മാത്രമല്ല അർജുൻ ഇപ്പോൾ പുഴയിലേക്ക് വീണിരിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്നോ എന്നതിലുൾപ്പെടെ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. അത് മാത്രമല്ല ഒരു പക്ഷേ ഡ്രൈവർ ക്യാബിനുള്ളിൽ തന്നെയാണോ അർജുൻ ഉണ്ടായിരുന്നത്, അത് പുഴയിലേക്ക് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയാണോ, അങ്ങനെ പല തരത്തിലുള്ള അനുമാനങ്ങൾ, പല തരത്തിലുള്ള ഒരു വ്യക്തത കുറവുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഏതായാലും മന്ത്രിമാരായിട്ടുള്ള PA മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ AK ശശീന്ദ്രനും ശിരൂരിലേക്ക് എത്തുകയാണ്. നേരിട്ട് ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ അത് വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. നിലവിൽ തന്നെ MLA-മാരായിട്ടുള്ള AK മഷ്റഫും ലിൻഡോ ജോസഫും സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ളവർ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് MK രാഘവൻ MP അവിടെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തന നടപടിക്രമങ്ങൾ അത് ഏകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി 2 മന്ത്രിമാർ കൂടി അവിടെ എത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 മന്ത്രിമാർ കൂടി എത്തുമ്പോൾ കൂടുതൽ വീണ്ടും ഇത്തരത്തിൽ ഊർജ്ജസ്വലമായി കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവയ്ക്കാനുമുള്ളത്. അതിനിടെ തന്നെ ഈ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ആ സൈബർ ആക്രമണത്തിൽ പൂർണ്ണമായും അതിനെ അപലപിക്കുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നുള്ള വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യത്വപരമല്ലാത്ത നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്.